ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിച്ച വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി. മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരുന്നു പ്രിയങ്കയുടെ വിജയം. സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ മുൻ തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് പ്രിയങ്ക തന്റെ കന്നി മത്സരത്തിലെ വിജയം ആവേശകരമാക്കി. ഇതിനു പിന്നാലെയാണ് വോട്ടർമാരോട് നന്ദി അറിയിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നത്. പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും നന്ദിയുണ്ടെന്ന് പറഞ്ഞ പ്രിയങ്ക, നിങ്ങളുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ഉറപ്പുവരുത്തുമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. നിങ്ങൾ ഓരോരുത്തരും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി, വരും നാളുകളിൽ ഈ വിജയം നിങ്ങൾ ഓരോരുത്തരുടേതുമാണെന്ന് താൻ തെളിയിക്കുമെന്നും അവകാശപ്പെട്ടു. അഹോരാത്രം തനിക്ക് വേണ്ടി മണ്ഡലത്തിൽ പ്രയത്നിച്ച UDF പ്രവർത്തകർക്കും പ്രിയങ്ക ഗാന്ധി നന്ദി പറയുന്നുണ്ട്. കൂടാതെ തനിക്ക് എല്ലാവിധ പിന്തുണയുമായി ഒപ്പം നിന്ന ഭർത്താവ് റോബർട്ട് വദ്ര, അമ്മ സോണിയ ഗാന്ധി, സഹോദരൻ രാഹുൽ ഗാന്ധി എന്നിവരുടെ പേരും കുറിപ്പിൽ പ്രിയങ്ക ഗാന്ധി എടുത്തു പറയുന്നുണ്ട്. അതേസമയം വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധി രാജിവെച്ചതോടെയാണ് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. റായ്ബറേലി നിലനിർത്താൻ വേണ്ടി വയനാട് മണ്ഡലത്തിലെ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന രാഹുലിന് പകരക്കാരിയായി പ്രിയങ്കയെ തന്നെ എത്തിക്കാനായിരുന്നു പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ തീരുമാനം. അങ്ങനെയാണ് പ്രിയങ്ക പാർലമെന്ററി രാഷ്ട്രീയത്തിലെ തന്റെ കന്നി മത്സരത്തിനായി വയനാട് തിരഞ്ഞെടുത്തത്. ഈ തീരുമാനം തികച്ചും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഫലത്തിനൊപ്പം വന്നിരിക്കുന്നത്. 4 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ വിജയിച്ചത്. LDFിനു വേണ്ടി CPI നേതാവ് സത്യൻ മൊകേരിയും NDAയ്ക്ക് വേണ്ടി നവ്യ ഹരിദാസുമാണ് മത്സരിച്ചത്. എന്നാൽ തുടക്കം മുതൽ വോട്ടെണ്ണലിൽ എതിരാളികൾക്ക് ഒരവസരം പോലും കൊടുക്കാതെയാണ് പ്രിയങ്ക കുതിച്ചത്. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷവും മറികടന്നുകൊണ്ടാണ് അത് നിന്നത്. വയനാട്ടിൽ കോൺഗ്രസ് ആരെ നിർത്തിയാലും ജയിക്കുമെന്ന സ്ഥിതിവിശേഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളായി അവിടെ തുടരുന്ന പതിവാണത്. എന്നാൽ കേവലം 6 മാസങ്ങളുടെ ഇടവേളയിൽ നടക്കുന്ന ഒരു ഉപതിരഞ്ഞെടുപ്പിൽ മുൻ സ്ഥാനാർത്ഥിയേക്കാൾ ഭൂരിപക്ഷവും പെട്ടിയിലാക്കി ജയിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് വയനാട് പോലെ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായ ഒരിടത്ത്. അടിക്കടിയുള്ള തിരഞ്ഞെടുപ്പുകൾ അനാവശ്യം ചിലവാണെന്ന ബോധ്യമുള്ള ഒരു ജനതയുടെ വോട്ടു നേടി ചരിത്ര വിജയം കുറിക്കുക എന്നത് ചെറിയ കാര്യവുമല്ല. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ജയത്തിന് പോലുമുണ്ട് ഒരു ഇന്ദിരാഗാന്ധി ടച്ച്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒന്നിനും കൂസാത്ത ഇന്ദിരയുടെ പ്രകൃതം ലഭിച്ച കൊച്ചുമകളാണോ പ്രിയങ്ക എന്ന കാര്യം അറിയില്ലെങ്കിലും കാഴ്ചയിൽ ഇന്ദിരയുമായുള്ള സാമ്യം വോട്ടർമാരെ സ്വാധീനിച്ചു എന്നത് പരസ്യമായ രഹസ്യമാണ്. അതുപക്ഷേ പ്രിയങ്ക വയനാട് തിരഞ്ഞെടുപ്പിനു വേണ്ടി താല്പര്യമില്ലാതെ എടുത്തണിഞ്ഞ മേക്ക് ഓവർ അല്ലെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഇതേ രൂപഭാവത്തിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ദിരാഗാന്ധിയുമായുള്ള മുഖസാദൃശ്യം പ്രിയങ്കയുടെ പെട്ടിയിൽ വോട്ടായി വീണുവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം മുഴുവൻ അങ്ങനെ വന്നതെന്നല്ല അർത്ഥമാക്കുന്നത്. ഇന്ദിരയെ അറിയാവുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർ ആരായിരുന്നു എന്ന് കണ്ടറിഞ്ഞ ഒരു പഴയ തലമുറയെ ഉറപ്പായും പ്രിയങ്ക സ്വാധീനിച്ചിട്ടുണ്ടാവും. അതിൽ തർക്കമില്ല. സഭയ്ക്കകത്തും ഒറ്റയാൾ പട്ടാളം നയിക്കുന്ന രാഹുലിനെ സംബന്ധിച്ച് സഹോദരിയുടെ വരവ് ആശ്വാസമാകും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ രാഹുലിന്റെ ഭൂരിപക്ഷം മറികടന്ന ജയമാണ് പ്രിയങ്ക സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി പാർലമെന്റ് രാഷ്ട്രീയത്തിലും അവർ എഴുതിത്തള്ളാൻ കഴിയാത്തൊരു ശക്തിയായി മാറുമെന്ന് പ്രതീക്ഷിക്കാം.